ഉമാ തോമസ് എംഎൽഎയുടെ അപകടത്തിനിടയാക്കിയ സംഭവത്തിൽ നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തും. ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലായിരുന്നു ഗിന്നസ് റെക്കോർഡിനായി കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടി. പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തിയെന്നാരോപിച്ച് UDF DGPക്ക് പരാതിയും നൽകി. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ആയിരുന്നു. വിഷ്ണു, ഈ പരിപാടിയുടെ സംഘാടകർ അവർ പിരിച്ച പണപ്പിരിവ്, കോടികൾ, അതിനെപ്പറ്റിയുള്ളൊരു അന്വേഷണമൊക്കെ സമഗ്രമായി നടക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നിസ്സാര വകുപ്പുകൾ ചുമത്തി എന്ന UDFന്റെ പരാതി? അശ്മി, കേരളത്തിന്റെ അഭിമാനമായി മാറുമെന്ന ഒരു നൃത്തസന്ധ്യയാണ് നിലവിൽ അടിമുടി ദുരൂഹതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ഇതിന്റെ സാമ്പത്തിക ഇടപാടുകളിലാണ് ഒരു ആശങ്ക നിലനിൽക്കുന്നത്. ഇന്നലെ ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് മേപ്പാടിയിലെ ഒരു കുടിസുമുറിയിലാണെന്ന് കണ്ടെത്തി. അങ്ങനെ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനത്തിന് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഈവന്റ് ഓർഗനൈസ് ചെയ്യാൻ പറ്റുക എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ CEO അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇതിനെതിരെയാണ് നിലവിൽ UDF രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് UDFന്റെ ആക്ഷേപം. അത് ചൂണ്ടിക്കാട്ടിയാണ് DGP അടക്കമുള്ളവർക്ക് UDF പരാതി നൽകിയത്. ആ പരാതി IG-ക്ക് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ കൂടുതൽ വകുപ്പുകൾ, ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുണ്ട്. ഇതിന് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളാണ്, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളാണ് ദുരൂഹതകൾ കൂടുതൽ നിലനിൽക്കുന്നത്. ഈ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ നിന്ന് പലരിൽ നിന്നായി പല തുകയാണ് രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ വാങ്ങിച്ചത്. ഒപ്പം സ്പോൺസർ ഇനത്തിലും നിരവധി തുക വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സ്രോതസ് എങ്ങനെയാണ്, എന്ത് ധൈര്യത്തിലാണ് ഇവർ ഇത്തരത്തിൽ വലിയൊരു ഇവന്റ് സംഘടിപ്പിച്ചത്, ഇവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ പോലീസ് വിശദമായി അന്വേഷിക്കുന്നു. അതിലാണ് ഈ രണ്ടുപേരെ, സിജോ വർഗീസ് എന്ന നടനെയും അതോടൊപ്പം തന്നെ ഈ ദിവ്യ ഉണ്ണിയെയും ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ മൊഴിയെടുക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. ദിവ്യ ഉണ്ണിയാണ് ഇതിൻ്റെ ഒരു ഫേസായി ഈ സംഘാടകർ കാണിച്ചിരുന്നത്. വാർത്താ സമ്മേളനത്തിലടക്കം ദിവ്യ ഉണ്ണിയാണ് പങ്കെടുത്തത്. അവരെ വിശദമായി ചോദ്യം ചെയ്യുക, അവർക്ക് ഈ കാര്യത്തിൽ ഈ നൃത്തത്തിനപ്പുറത്തെ ഈ സംഘടനയുമായി എന്താണ് ബന്ധം, ഇവരിലേക്ക് എങ്ങനെയാണ് അവർ അസോസിയേറ്റ് ചെയ്യപ്പെട്ടത്, അക്കാര്യങ്ങളൊക്കെ വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും നോട്ടീസ് നൽകി ദിവ്യ ഉണ്ണിയെ വിളിച്ചു വരുത്തുക. സിജോ ആകട്ടെ ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന സംഘടനയുടെ രക്ഷാധികാരിയാണ്. അതുകൊണ്ട് ഇയാൾക്ക് ഈ സംഘടനയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുമോ എന്നുള്ളതിലാണ് പോലീസ് വിശദമായി അന്വേഷിക്കുന്നത്. സിജോ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമാണോ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ളതെന്നും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഗുരുതരമായ വകുപ്പുകൾ അല്ലെങ്കിൽ ആ വകുപ്പുകൾ കൂടി ചേർക്കാനുള്ള നടപടിയിലേക്കും അന്വേഷണ സംഘം കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് ഏജൻസികളുടെയും എല്ലാം സംയുക്ത പരിശോധന കലൂർ സ്റ്റേഡിയത്തിൽ നടന്നിട്ടുണ്ട്. 2 അന്വേഷണങ്ങളാണ് പ്രധാനമായി നടത്തുന്നത്. ഒന്ന് ഈ സ്റ്റേജിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അപാകതകൾ, മറ്റൊന്ന് ഈ നൃത്തപരിപാടിയിൽ ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും അതുമായി ബന്ധപ്പെട്ടുള്ള ഉയർന്നിട്ടുള്ള പരാതികളും. കേസെടുത്തിരിക്കുന്നത് ഈ സ്റ്റേജിൻ്റെ അപാകതയാണ്. നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹാഷ്മി, വിഷ്ണുവാണ് വാർത്തയുടെ വിവരം നൽകിയത്. പരിപാടി എന്താണ് 3500 മുതൽ 5000 വരെ ഓരോരോ തുകയിൽ പിരിച്ചു എന്ന് പറയുന്നുണ്ട്. 12000 പേരിൽ നിന്ന് അത്രയും തുകയാകുമ്പോൾ തന്നെ കോടികൾ വരുന്നുണ്ട്. പിന്നീട് രക്ഷകർത്താക്കളിൽ നിന്ന് വാങ്ങിയ പണം, കിട്ടിയ സ്പോൺസർഷിപ്പ്, ഇവരുടെ ഡ്രസ്സ് അടക്കം സ്പോൺസർഷിപ്പാണെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, കുട്ടികളെ കൊണ്ടുവരാൻ ഇടനില നിന്ന ചിലർ പെർ ഹെഡിന് 20,000-ന് മുകളിൽ വാങ്ങി എന്നൊക്കെയുള്ള ചില പരാതികൾ കൂടി വയനാട് ഭാഗത്തു നിന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട്. വിശദമായ അന്വേഷണം അതിലുണ്ടാവട്ടെ.